അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബിയുടെ സ്വഹാബാക്കളെ കൂട്ടത്തിലെ വളരെ പ്രധാനിയായ മുത്തുനബിയെ ഏറെ ഇഷ്ടം വെച്ച സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർക്ക് ഒരു നിമിഷം പോലും മുത്തുനബിയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. എല്ലാ സമയത്തും മുത്തുനബിയുടെ പിന്നാലെ കൂടുകയാണ്. മുത്തുനബി എവിടെയാണോ അവിടെ സൗബാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാകും. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി തൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയാൽ അവിടെ എന്തോ ഒരു വിഷമം തോന്നും. കാരണം അതേ മുത്തുനബി നഷ്ടപ്പെട്ടോ, മുത്തുനബി എനിക്കിപ്പോൾ കാണാൻ കഴിയില്ലല്ലോ എന്ന് വീട്ടിൽ പോയാലും ബഹുമാനപ്പെട്ടവർക്ക് വിഷമം തോന്നിയാൽ ഓടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. എപ്പോഴാണ് വിഷമം തോന്നുക അപ്പോൾ ഓടി മുത്തുനബിയുടെ ഹദറത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ എത്തും. അങ്ങനെ ഇങ്ങനെയാണ് നല്ല ഹുബ്ബോടുകൂടെ ബഹുമാനപ്പെട്ടവർ ജീവിച്ചു. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ ഹദറത്തിലേക്ക് അതേ വീട്ടിൽ പോയപ്പോൾ വിഷമമായപ്പോൾ മുത്തുനബിയെ കാണാൻ ഒരു ചെറിയ നിമിഷം കാണാതിരുന്നപ്പോൾ ഓടി എത്തിയതാണ് സൗബാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം. പക്ഷെ വന്നപ്പോൾ വരാത്ത വേജാറാണ്, വിഷമമാണ്, മുഖത്തിൽ എന്തോ ഒരു വിഷമമുണ്ട്. മുത്തുനബിയാണെങ്കിലോ എല്ലാ സ്വഹാബാക്കളെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അവരെ മനസ്സിൽ അവരെ മുഖത്തിൻ്റെ ആ പ്രകടനം കൊണ്ട് മുത്തുനബി അവിടെ നിന്ന് എന്തോ മനസ്സിലാക്കി സൗബാൻ റളിയല്ലാഹു അൻഹുവിന് എന്തോ ഒരു വേജാറുണ്ട്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല സൗബാനെ, എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ നബിയെ, വല്ലാത്ത വേജാറാണ്, വല്ലാത്ത വിഷമമാണ്. എന്താണെന്ന് പറഞ്ഞാൽ, യാ റസൂലല്ലാഹ്, ഇന്ന് എൻ്റെ ഈ ജീവിതകാലത്ത് എനിക്ക് മുത്തുനബിയെ വല്ലാത്ത ഇഷ്ടമാണ്. ആ ഇഷ്ടം പോലെ എനിക്ക് മുത്തുനബിയെ കാണാനും കൂടാനൊക്കെ എനിക്ക് നല്ല അവസരമുണ്ട്. ഞാൻ വീട്ടിൽ പോയാലും എവിടെ പോയാലും എനിക്ക് മുത്തുനബിയെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ ഓടിയെത്തും, അങ്ങയുടെ ഹദറത്തിലേക്ക് ഞാൻ എത്തും. അതെനിക്ക് വലിയൊരു സന്തോഷമാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ വിഷമം എന്താണെന്ന് പറഞ്ഞാൽ, യാ റസൂലല്ലാഹ്, ഞാൻ മരണപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ അവിടെ നിന്ന് മരണപ്പെട്ടു പോയാൽ അതെ നാളെ ആഖിറത്തിൽ എനിക്ക് മുത്തുനബിയെ കാണാൻ പറ്റൂലല്ലോ നബിയെ. കാരണം ഞാൻ ചിലപ്പോൾ സ്വഹാബി ആയ പേരിൽ ഇനി സ്വർഗത്തിൽ എത്തിയാൽ പോലും മുത്തുനബിയുടെ സ്ഥാനം അല്ലല്ലോ നബി എനിക്കുള്ളത്. മുത്തുനബി സ്വർഗത്തിൽ എവിടെയോ ഏതോ ഉന്നതിയായ സ്ഥാനം ആയിരിക്കുമല്ലോ നബിയെ മുത്തുനബിക്ക് അവിടത്തേക്ക് അള്ളാഹു നൽകുക. ഈ സൗബാന് സ്വർഗത്തിൽ എവിടെയോ ഒരു ചെറിയൊരു സ്ഥാനം ഉണ്ടാകുമെന്നല്ലാതെ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്തൊക്കെ ഇന്നെനിക്ക് വിഷമം വന്നപ്പോൾ, ഇന്നെനിക്ക് മുത്തുനബി ഒന്ന് കാണണമെന്ന് ആഗ്രഹം വന്നപ്പോൾ മുത്തുനബിയുടെ ഹദറത്തിലേക്ക് എനിക്ക് വരാൻ സാധിച്ചതുപോലെ ആഖിറത്തിൽ വരാൻ എന്നെ കൊണ്ട് സാധിക്കുമോ, മുത്തുനബിയെ കാണാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ള വല്ലാത്ത വേജാറാണ് നബി എന്ന് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് വല്ലാത്ത വിഷമം അവിടെ നിന്ന് പ്രകടിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ വിഷമം സൗബാൻ റളിയല്ലാഹു അൻഹു ആത്മാർത്ഥമായി പറഞ്ഞപ്പോഴാണ് ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങുന്നു. ഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ വഹസ്ന ഉലൈക റഫീഖ. നിസാ സൂറത്തിലെ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സന്തോഷമാവുകയാണ്. എന്താ ഈ ആയത്ത് പഠിപ്പിക്കുന്നത്? അതേ, അല്ലാഹുവിനും അല്ലാഹുവിൻ്റെ റസൂലിനും വേണ്ടതുപോലെ ഇഷ്ടം പോലെ ഒരാൾ ജീവിച്ചാൽ നാളെ ആഖിറത്തിൽ അവർക്ക് സ്വർഗത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന അംബിയാക്കളെ കൂടെ, ശുഹദാക്കളെ കൂടെ, സ്വാലിഹീങ്ങളെ കൂടെ, അവരെത്ര വലിയ സ്ഥാനമുള്ളവരാണെങ്കിലും അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള അവസരം അല്ലാഹു നൽകുമെന്നുള്ള വലിയൊരു സൂചനയുള്ള ആയത്ത് ആ സമയത്ത് ഇറങ്ങിയപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു വളരെ സന്തോഷിതനാവുകയാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതേ,
എത്രമാത്രം സ്വഹാബാക്കൾ മുത്തുനബിയെ സ്നേഹിച്ചു. അതേ, അവർക്ക് വിഷമം ആഖിറത്തിൽ എത്തിയാൽ മുത്തുനബിയെ കാണാൻ പറ്റില്ലല്ലോ, അതിനുള്ള പരിഹാരമാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അതേ, ആ സൗഭാഗ്യം നമുക്കും കൂടി കിട്ടും. മുത്തുനബിയോട് കൂടെ നാം ഇഷ്ടപ്പെടുന്ന മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ജീവിക്കാൻ. പക്ഷേ ഒരു ഷർത്ത്, വമയ്യുത്ത് ഇല്ലാഹ വ റസൂല, അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചതുപോലെ ജീവിക്കണം. എന്നാലേ അത് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിതം തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.